ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ UPSC ഹബ് കേരള. നമ്മൾ ഇന്ന് മെയിൻസ് ടോപ്പിക്സ് ഡിസ്കഷൻ്റെ ഭാഗമായിട്ട് തന്നെ മെയിൻസ് ആൻസർ റൈറ്റിംഗ് കൂടി നോക്കുന്നുണ്ട്. ഓക്കെ, അതായത് ജസ്റ്റ് ഒരു പഴയ ക്വസ്റ്റ്യൻ ഇട്ട് നമ്മൾ റിവൈസ് ചെയ്ത് നോക്കും, അതിൻ്റെ ആൻസർ എഴുതി നോക്കാം. ഓക്കെ, സോ നിങ്ങൾ എഴുതുന്ന ഈ ആൻസർ ഞാൻ ഇന്നൊരു ക്വസ്റ്റ്യൻ ആയിരിക്കും ഡിസ്കസ് ചെയ്യുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട ഫാക്ട്സ് ഒക്കെ പറയും. സോ ആ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എഴുതിയിട്ട് എനിക്ക് അയച്ചു തരാം ത്രൂ ഈ ഒരു ഇമെയിൽ. ഓക്കെ, upschubkerala@gmail.com വഴി എൻ്റെ മെയിലിലേക്ക് നിങ്ങൾക്ക് അയച്ചു തരാം. ഞാനത് ചെക്ക് ചെയ്ത് വിത്ത് റിമാർക്സ് നിങ്ങൾക്ക് തിരിച്ച് മെയിൽ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ ആണ് ഈ ഒരു സീരീസിൽ ഡിസ്കസ് ചെയ്ത് പോകുന്നത്. സോ 2013 വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ഈ പാറ്റേൺ വ്യത്യാസമാണ്. അപ്പോൾ അത് 100 വേർഡ്സിനാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. സോ നമ്മൾ 100 വേർഡ്സിന് എഴുതണ്ട, 150 വേർഡ്സിന് 10 മാർക്കിലേക്ക് എഴുതാം. ഓക്കെ, 2013 പേപ്പർ 1 ക്വസ്റ്റ്യൻ ആണ്. ജോഗ്രഫി റിലേറ്റഡ് ആണ്. ഓക്കെ, വാട്ട് ഡു യു അണ്ടർസ്റ്റാൻഡ് ബൈ ദി ഫിനോമിനൻ ഓഫ് ടെമ്പറേച്ചർ ഇൻവേർഷൻ ഇൻ മെട്രോളജി? ഹൗ ഡസ് ഇറ്റ് അഫക്ട് ദ വെദർ ആൻഡ് ദി ഹാബിറ്റൻസ് ഓഫ് ദി പ്ലേസ്? അപ്പം ക്വസ്റ്റ്യൻ എന്താ ചോദിക്കുന്നത്? ക്വസ്റ്റ്യൻ ഈസ് ആസ്കിങ് അബൌട്ട് ദി ടെമ്പറേച്ചർ ഇൻവേർഷൻ. Okay, what is temperature inversion? So, by introduction, we have to explain what is temperature inversion. Introduction just ഈ temperature inversion എന്താണ് നമുക്ക് കൊടുക്കാം. Just temperature inversion എന്താണെന്ന് പറയണം. Where does it happens? Like in mountain regionsലൊക്കെ ഇത് നടക്കുന്നുണ്ട്. നമ്മുടെ +1 ഫണ്ടമെന്റൽസ് ഓഫ് ഫിസിക്കൽ ജോഗ്രഫിയിൽ ഈ ഒരു ഫിനോമിനനെ കുറിച്ച് പറയുന്നുണ്ട്. ഓക്കെ, ഈ ടെമ്പറേച്ചർ ഇൻവേർഷനെ കുറിച്ചിട്ടുള്ളത്. അപ്പം ഈ ഒരു സ്പെസിഫിക് ഈ ഫിനോമിനുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും സ്പെഷ്യൽ ടേംസ്, എയർ ഡ്രെയിനേജ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമെങ്കിൽ അതും കൂടി നമുക്ക് മെൻഷൻ ചെയ്യാം. ഓക്കെ, അതും കൂടി മെൻഷൻ ചെയ്യാം. ആദ്യം എന്താണ് ടെമ്പറേച്ചർ ഇൻവേർഷൻ നടക്കുന്നത്, അല്ലെ എന്താണ് ആ ഒരു ഫിനോമിനിലൂടെ നടക്കുന്നത്, നോർമലി എന്താണ്, എവിടെയാണ് ഉണ്ടാകുന്നത്, ഇതൊക്കെ ജസ്റ്റ് ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ പോലെ കൊടുക്കാം. പ്ലസ് എന്തെങ്കിലും നിങ്ങൾക്ക് അറിയാവുന്ന ടേംസ് ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ എയർ ഡ്രെയിനേജ് ഒക്കെ നിങ്ങൾക്ക് എഴുതാം. ഓക്കെ, നെക്സ്റ്റ് പാർട്ട് നമ്മൾ പോകുന്നത് ക്വസ്റ്റിൻ്റെ നെക്സ്റ്റ് ഭാഗത്തോട്ടാണ്. എന്താ ചോദിക്കുന്നത് അവര്? അത് ഉണ്ടാക്കുന്ന എഫക്റ്റുകൾ ആരിലൊക്കെ, അതായത് നമ്മളെ എൻവയോൺമെന്റിലും ഹ്യൂമൻസിലും ഉണ്ടാക്കുന്ന എഫക്റ്റ്. അപ്പം അതെന്താണെന്ന് നമ്മൾ എഴുതണം. അത് ജസ്റ്റ് നമുക്ക് പോയിന്റ്സ് ആയിട്ടോ പാരഗ്രാഫ് ആയിട്ടോ എഴുതാം. ബെറ്റർ ടു റൈറ്റ് ഇൻ പോയിന്റ്സ് rather than being writing long paragraphs. പാരഗ്രാഫ്സ് എഴുതുന്ന അപ്രീഷിയേറ്റബിൾ ആണ്. സ്റ്റിൽ നമുക്ക് ടൈമിൻ്റെ മാറ്റർ വരുന്നുണ്ട്. ഇറ്റ്സ് ബെറ്റർ. ഓക്കെ, സ്പീഡുള്ള ആളാണെങ്കിൽ പാരഗ്രാഫിൽ തന്നെ എഴുതാം. കൺക്ലൂഷൻ കൊടുക്കുമ്പോൾ ഒന്നെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ കറണ്ട് ഡേ സിനോറിയോസ് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടെങ്കിൽ, ഈ സംഭവത്തിനെ കുറിച്ച് കേട്ടിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. അല്ലെങ്കിൽ ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും പുതിയ ഇൻഫർമേഷൻ നമുക്ക് കിട്ടുകയാണെങ്കിൽ, അല്ല ജസ്റ്റ് ഒരു നല്ലൊരു കൺക്ലൂഷൻ പോലെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ഈ ഒരു ടെമ്പറേച്ചർ ഇൻവേർഷൻ സ്റ്റിൽ ഹാപ്പൻ ചെയ്യുന്നുണ്ടെങ്കിൽ, ഇത്ര എഫക്റ്റ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഓൾസോ യൂസ്ഫുൾ ഇൻ ദിസ് ആൻഡ് ദിസ് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. ഓക്കെ, യു ക്യാൻ മേക്ക് ഇറ്റ് ഇൻ എ പോസിറ്റീവ് വേ. UPSC മെയിൻസ് ആൻസർ എഴുതുമ്പോൾ നമ്മളൊരു പോസിറ്റീവ് ഔട്ട്ലുക്ക് ഉണ്ടാക്കിയെടുക്കണം. ഈവൻ എത്ര നെഗറ്റീവ് ആയിട്ടുള്ള കാര്യമാണ് കൊടുത്തിട്ടുണ്ടെങ്കിലും കൺക്ലൂഡ് ചെയ്യുമ്പോൾ നമ്മളതൊരു പോസിറ്റീവായിട്ട് കണക്കാക്കണം. ഓക്കെ, വാട്ട് എവർ ദ മാറ്റർ ഇറ്റ് ഈസ്. സോ ഈ പിക്ചർ കാണുന്ന ഈ സംഭവം ഇതാണ് ശരിക്കും പറഞ്ഞാൽ ടെമ്പറേച്ചർ ഇൻവേർഷൻ. അതായത് മൗണ്ടൻ വാലീസിൽ വരുന്ന ടെമ്പറേച്ചർ ഇൻവേർഷൻ ഇങ്ങനെ ഇരിക്കും. കണ്ടോ, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫിനോമിനൻ ആണ്. സോ എന്താണ് നമുക്ക് നോക്കാം. സോ നോർമൽ സിറ്റുവേഷനിലാണെങ്കിൽ സാധാരണ നമുക്ക് ഈ ടെമ്പറേച്ചർ, ഓക്കെ, ടെമ്പറേച്ചർ അറ്റ് ലോവർ അറ്റ്മോസ്ഫിയർ, അതായത് സർഫേസിൻ്റെ അടുത്തുള്ള അറ്റ്മോസ്ഫിയറിൽ ടെമ്പറേച്ചർ കൂടുതലായിരിക്കും. അത് മുകളിലേക്ക് പോകുന്നതിന് വിത്ത് ആൾട്ടിറ്റ്യൂഡ് എന്താ സംഭവിക്കുന്നത്? ടെമ്പറേച്ചർ കുറയും. ഓക്കെ, നോർമലി ഇതാണ് സംഭവിക്കുന്നത്. അതായത് താഴത്തെ എയർ ചൂടായിരിക്കും, അതിനേക്കാളും ചൂട് കുറവായിരിക്കും, അതിൻ്റെ മുകളിലുള്ളത് അതിനേക്കാളും ചൂട് കുറവായിരിക്കും. അങ്ങനെയായിരിക്കും നോർമൽ കേസിൽ ഉണ്ടാകുക. ഈ ഒരു ഫിഗർ കാണുന്ന പോലെ ഇങ്ങനെയായിരിക്കും ഉണ്ടാകുക. ഓക്കെ, അപ്പോൾ ടെമ്പറേച്ചർ ഇൻവേർഷൻ എന്ന് പറയുമ്പോൾ ഈ നോർമൽ ആയിട്ടുള്ള ഈ സംഭവത്തിന് വരുന്ന ഇൻവേർഷൻ ആണ്. എന്താ സംഭവിക്കുന്നത്? ഏറ്റവും താഴെ കൂളർ എയർ ഉണ്ട്. ഓക്കെ, അതിൻ്റെ മുകളിൽ വാമർ എയർ, അതിൻ്റെ മുകളിൽ കോൾഡ് എയർ. ഓക്കെ, അതാണ് ടെമ്പറേച്ചർ ഇൻവേർഷൻ. ഒരു ഡിഫൈൻ ചെയ്യുന്ന രീതിയിൽ പറയുകയാണെങ്കിൽ ടെമ്പറേച്ചർ ഇൻവേർഷൻ ഈസ് എ മെട്രോളജിക്കൽ ഫിനോമിനൻ where the normal temperature gradient of the atmosphere is reversed. Okay,
normal temperature gradient of the atmosphere is reversed in this phenomenon of temperature inversion. Okay, normal ആയിട്ടുള്ള temperature gradient inverse ആവുന്നുണ്ട്. In most of the conditions, air temperature decreases with altitude, but during certain conditions, layer of cooler air is trapped beneath our layer of warm air. ഒരു വാം എയറിന്റെ അണ്ടറിൽ കൂളർ എയർ ട്രാപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതെന്തുകൊണ്ടായിരിക്കും? ഒന്ന് റേഡിയേഷണൽ കൂളിംഗ്. ഓക്കെ, റേഡിയേഷണൽ കൂളിംഗ് ആവാം, ഫ്രണ്ടൽ ഇൻവേഷൻ ആവാം. ഫ്രണ്ട്സിനെ കുറിച്ച് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവില്ല. ഫ്രണ്ട്സ് എന്ന് പറയുമ്പോൾ FRONTS, ഫ്രണ്ട്സ്. ഓക്കെ, വാമർ ഫ്രണ്ട്, കൂളർ ഫ്രണ്ട്, ഒക്ലൂഡർ ഫ്രണ്ട്, അതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടാവുമല്ലോ. അത് നോക്കണം കേട്ടോ. ഇത് അറിയില്ലെങ്കിൽ നിങ്ങൾ മസ്റ്റ് ആയിട്ട് UPSCക്ക് എസ്പെഷ്യലി ഫോർ ജോഗ്രഫിക്ക് വായിക്കേണ്ട ബുക്കാണ് ഫണ്ടമെന്റൽസ് ഓഫ് ഫിസിക്കൽ ജോഗ്രഫി. ഓക്കെ, 11th ക്ലാസ്സിലെ NCERT ബുക്കാണ്. ഡെഫിനറ്റ് ആയിട്ടും വായിക്കേണ്ട ഒരു ബുക്കാണ്. രണ്ടാമത്തെ കോഴ്സാണ് ഫ്രണ്ടൽ ഇൻവേർഷൻ. തേർഡ് വൺ ഈസ് വാലി ഇൻവേർഷൻ. റേഡിയേഷണൽ കൂളിംഗ്, ഫ്രണ്ടൽ ഇൻവേർഷൻ, വാലി ഇൻവേർഷൻ. സോ നമ്മൾ മെയിൻലി ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു ഫിനോമിനെ കുറിച്ച്, അതായത് മൗണ്ടൈനിൽ വാലീസിൽ വരുന്ന ആ ഒരു ഇതാണ്. ഈ ഒരു ഫിനോമിന അല്ലെങ്കിൽ ഈ ഒരു ടിപ്പിക്കൽ കേസാണ് നമ്മൾ NCERTയിൽ റെഫർ ചെയ്തിട്ടുള്ളത്. ജസ്റ്റ് റേഡിയേഷണൽ കൂളിംഗ് എന്താ ഞാൻ പറഞ്ഞുതരാം. അതായത് നൈറ്റിൽ നമുക്കറിയാം ഗ്രൗണ്ട് ആണ് പിന്നെ വാട്ടറിനേക്കാളും അല്ലെങ്കിൽ സീനേക്കാളും പെട്ടെന്ന് തണുക്കുന്നത്. അതായത് ലാൻഡ് സർഫസ് ആണ് വേഗം തണുക്കുന്നത്. അപ്പോൾ ഈ ലാൻഡ് സർഫസ് വേഗം തണുത്തിട്ട് അതിന്റെ ഹീറ്റൊക്കെ റാപ്പിഡ്ലി അത് ലോസ് ചെയ്യും. അപ്പോൾ അവിടെ ഒരു കൂളർ എയർ സർഫസ് ഫോം ചെയ്യും. അതിന്റെ മുകളിൽ വാം എയർ ഉണ്ടാവും. സ്റ്റിൽ ഈ റാപ്പിഡ് ഹീറ്റ് ലൂസ് ചെയ്യുന്നതുകൊണ്ട് പെട്ടെന്ന് ഒരു കൂൾ എയർ ഫോർമേഷൻ നടക്കും, അതായത് ഈ സർഫസിന്റെ അടുത്തായിട്ട്. അതാണ് റേഡിയേഷണൽ കൂളിംഗ് എന്ന് പറയുന്നത്. ഇതെന്ന് പറയുന്നത് നൈറ്റിൽ മാത്രമേ സംഭവിക്കൂ. കാരണം എന്താ, നൈറ്റില് ഈ സർഫസ് ഹീറ്റ് എമിറ്റ് ചെയ്യാൻ തുടങ്ങും. ഓക്കെ, ഹീറ്റ് എമിറ്റ് ചെയ്ത് കളയാൻ നോക്കും. അപ്പം ആ ഒരു അതിന്റെ ഭാഗമായിട്ട് അബ്സർവ് ചെയ്തിട്ടുള്ള ലോവർ സർഫസിലുള്ള എയർ കൂളാവും. ഓക്കെ, ഈ ലോവർ സർഫേസിലുള്ള എയർ കൂളാവും നൈറ്റിലാണ്. സെക്കൻഡ് ആണ് ഫ്രണ്ടൽ ഇൻവേർഷൻ. അതായത് ഒരു കോൾഡ് എയറിന്റെ മുകളിലോട്ട് ഒരു വാം എയർ സ്ലൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഈ ഒരു ഫിനോമിനൻ ഉണ്ടാവാം. അതായത് ഈ പറഞ്ഞിട്ടുള്ള ഈ കണ്ടാവും, ഈ കൂളർ എയറിന്റെ മുകളിൽ വാം എയർ വരുന്ന ഒരു പ്രതിഭാസം. അതായത് ഈ കൂൾ എയറിന്റെ മുകളിലോട്ട് വാം എയർ വന്ന് എന്താ പറയാ സ്ലൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടാവാം. ഓക്കെ, നെക്സ്റ്റ് പറയുന്നതാണ് വാലി ഇൻവേർഷൻ. വാലി ഇൻവേർഷൻ മെയിൻലി ടേക്സ് പ്ലേസ് ഇൻ ക്ലിയർ നൈറ്റ്സ്. ഓക്കെ, അതായത് ഈ പറഞ്ഞ പോലെ നമ്മളെ ലാൻഡ് കൂൾ ചെയ്യുന്ന സമയത്ത് കോൾഡ് എയർ അണ്ടർ ഗ്രാവിറ്റി. ഓക്കെ, ഈ ഫോർമേറ്റിൽ ഈ കോൾഡ് എയർ ഈ ഗ്രാവിറ്റീന്റെ ഫലമായിട്ട് നൈറ്റിൽ ഈ മൗണ്ടൈൻ റീജിയൻസിൽ ഈ പറഞ്ഞ മൗണ്ടൈൻ റീജിയൻസിലൊക്കെ ഇവിടെ ഫോർമേറ്റിൽ ഈ ഒരു കോൾഡ് എയർ ഇങ്ങനെ താഴേക്ക് ഇറങ്ങാൻ തുടങ്ങും. ഇങ്ങനെ താഴേക്ക് ഇറങ്ങി വന്ന് ഈ വാലിന്റെ പോക്കറ്റ്സിൽ, അതായത് ചെറിയ ചെറിയ ഏടുകളിലെല്ലാം ഡെപ്പോസിറ്റ് ആവും. ഓക്കെ, ഈ ഒരു ഏരിയയിലൊക്കെ ഡെപ്പോസിറ്റ് ആയിട്ട് അവിടെ ഒരു കൂൾ എയർ ഫോം ചെയ്യും. അപ്പം ഇതിന്റെ മുകളിൽ വാം എയർ ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, ഈ ഒരു കൂൾ എയർ അതിന്റെ മുകളിൽ ഇങ്ങനെ വാം എയർ ഉണ്ടാവും. അതായത് കോൾഡ് എയർ അണ്ടർ ഗ്രാവിറ്റി വിച്ച് വാസ് ഫോംഡ് അറ്റ് നൈറ്റ് ഫ്ലോസ് ഡൗൺ ലൈക്ക് വാട്ടർ ആൻഡ് ഗെറ്റ്സ് പൈൽഡ് അപ്പ് ഇൻ ദ പോക്കറ്റ്സ് ഓഫ് വാലി ബോട്ടംസ് വിത്ത് വാം എയർ എബവ്. അതായത് വാം എയർ എബവ് ഉണ്ട്. ഓക്കെ, ഈ വാലിന്റെ ഒരു ടെമ്പറേച്ചർ അങ്ങനെ തന്നെയുണ്ട്. പക്ഷെ അതിന്റെ ഇടത്തേക്ക് അല്ലെ അതിന്റെ താഴത്തെ ആ ലെയറിലേക്ക് ഈ തണുത്ത എയർ, ഈ മൗണ്ടൻസിനുള്ള തണുത്ത എയർ വന്നിട്ട് ഡെപ്പോസിറ്റ് ആവുകയാണ്. അങ്ങനെ ഈ ഒരു ടെമ്പറേച്ചർ ഇൻവേർഷൻ നടക്കുന്നു. സോ ഇതാണ് ഈ വാലീസിൽ, മൗണ്ടൻ വാലീസിൽ ഉണ്ടാകുന്ന ടെമ്പറേച്ചർ ഇൻവേർഷൻ എന്ന് പറയുന്നത്. സോ ടെമ്പറേച്ചർ ഇൻവേർഷൻ എന്താ നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പം ഫസ്റ്റത്തെ പാർട്ട് എന്താ ടെമ്പറേച്ചർ ഇൻവേർഷൻ നമ്മൾ എഴുതണം. ഓക്കെ, ഈ ടെമ്പറേച്ചർ ഇൻവേർഷൻ എന്താ, അതായത് നോർമൽ ടെമ്പറേച്ചർ ഗ്രേഡിയന്റ് റിവേഴ്സ് ചെയ്യുന്നത്. ഓക്കെ, സാധാരണ എന്താ സംഭവിക്കുക, ടെമ്പറേച്ചർ ഡിക്രീസസ് വിത്ത് ആൾട്ടിറ്റ്യൂഡ്. റിവേഴ്സ് ഹാപ്പൻസ് ഡ്യൂറിങ് എ ടെമ്പറേച്ചർ ഇൻവേർഷൻ. ഓക്കെ, സോ ഈ ഒരു ടെമ്പറേച്ചർ ഇൻവേർഷന്റെ കോസസ് നമ്മൾ പറഞ്ഞു. വാലി ഇൻവേർഷൻ പറഞ്ഞു, അത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതാം. ഓക്കെ, ജസ്റ്റ് ഈ ഒരു ഫസ്റ്റ് ഇൻട്രൊഡക്ഷനിൽ ജസ്റ്റ് പറഞ്ഞു പോയാൽ മതി. പിന്നെ നമ്മൾ എഫക്ട്സ് ഓൺ എൻവയോൺമെന്റ് ആൻഡ് ഹ്യൂമൻസ്, ഇൻഹെബിറ്റൻസ് ഓഫ് ദി ഏരിയ. എന്താ സംഭവിക്കുന്നത്, ഒന്ന് വെതറിൽ വരുന്ന വ്യത്യാസം, അതായത് ഫോഗും ഫ്രോസ്റ്റും ഒക്കെ ഫോം ചെയ്യും. ഓക്കെ, ഫോഗും ഫ്രോസ്റ്റും ഒക്കെ ഫോം ചെയ്തു. പിന്നെ വേറെ എയർ ക്വാളിറ്റി, അതായത് നമുക്കറിയാം ഈ കോൾഡ് എയറിൽ ഈ പൊല്യൂട്ടൻസ് ഒക്കെ സ്റ്റക്കായി നിൽക്കും. ഓക്കെ, പൊല്യൂട്ടൻസ് കൂടുതൽ ഉണ്ടാകുക ഈ കോൾഡ് എയറിലായിരിക്കും. സോ എയർ ക്വാളിറ്റി ഡിക്രീസ് ചെയ്യും. ഓക്കെ, അതായത് ഇൻഡസ്ട്രിയൽ എമിഷൻസും കാറിന്റെ എക്സോസ്റ്റ് ഒക്കെ വന്നിട്ട് ഈ കോൾഡ് എയറിൽ ഡെപ്പോസിറ്റ് ചെയ്തിട്ട് ഈ എയർ
എന്താ പറയുക പൊല്യൂട്ടഡ് ആവും. ഓക്കെ, ദിസ് കോസസ് എയർ പൊല്യൂഷൻ. അതായത് ഈ വാം എയർ മുകളിലുള്ളതുകൊണ്ട് ഇതെന്താ പറയുക ഒരു ടൈറ്റ് പാക്ഡ് ആയിട്ടുള്ള ഒരു ഏരിയ പോലെയാണ് ഉണ്ടാകുക. ഓക്കെ, സോ അങ്ങനെ വന്നിട്ട് ആ ഒരു ഏരിയയിൽ എയർ പൊല്യൂഷൻ ഉണ്ടാവും. നെക്സ്റ്റ് പറയുന്നത് ഇതാണ് എൻവയോൺമെന്റിൽ ഉണ്ടാകുന്ന ചെറിയൊരു വ്യത്യാസങ്ങൾ. ഫോഗും ഫ്രോസ്റ്റ് ഒക്കെ ഉണ്ടാവും, എയർ ക്വാളിറ്റി ഡിക്രീസ് ആവും. ഹ്യൂമൻസിൽ ഉണ്ടാകുന്ന എഫക്റ്റ് എന്ന് പറയുമ്പോൾ ഒന്ന് അലർജീസ്. ഓക്കെ, അലർജീസ് അതായത് ഇങ്ങനത്തെ ലങ് കണ്ടീഷൻ അല്ലെങ്കിൽ ലങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും ആസ്മ, ഫോർ എക്സാമ്പിൾ ആസ്മയ്ക്ക് ഉള്ള ആളാണെങ്കിൽ ഇത് ഡെഫിനറ്റ്ലി പ്രശ്നം ഉണ്ടാക്കാൻ പോകുന്ന ഒരു ഇഷ്യൂ ആണ്. ഓക്കെ, ആസ്മയ്ക്ക് ഉള്ള ആളാണെങ്കിൽ ഇറ്റ് വിൽ കോസ് മോർ ഇഷ്യൂസ് ഫോർ ദം. പ്ലസ് നെക്സ്റ്റ് ഇഷ്യൂ ഇസ് റിഗാർഡിങ് വിസിബിലിറ്റി. അതായത് രാവിലെ കാർ ഓടിച്ച് പോകുന്നവരൊക്കെ കാണുന്നില്ലേ, ഒരു വിസിബിലിറ്റി നല്ല രീതിയിൽ ഡിസ്റ്റർബ്ഡ് ആയിട്ടുണ്ടാവും. അതായത് ഒരു മഞ്ഞ ഒരുമാതിരി ആയിട്ടുണ്ടാവും. അതായത് രാവിലെയൊക്കെ നമ്മൾ ട്രിപ്പൊക്കെ പോകുമ്പോൾ കാണുന്നില്ലേ ഒരു മൂടൽ മഞ്ഞ് പിടിച്ച പോലെ, എസ്പെഷ്യലി ഇൻ വാലീസ്. അത് ഓക്കെ, വിസിബിലിറ്റി കുറവായിരിക്കും, അത് ആക്സിഡൻറ്റ്സ് ഉണ്ടാക്കാം. ഈ പറഞ്ഞിട്ടുള്ള ഈ പൊല്യൂഷൻ ഉള്ള ഒരു സ്ഥലം കൂടിയാണെങ്കിൽ ഓക്കെ കംപ്ലീറ്റ് ഭയങ്കര എഫക്റ്റ് ആയിരിക്കും. ഓക്കെ, പിന്നെ അഗ്രികൾച്ചർ, അതായത് ആവശ്യമില്ലാത്ത സമയത്ത് മഞ്ഞ മഴയൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റ്ലി ആ ഒരു ക്രോപ്പേ ഡിസ്ട്രോയിഡ് ആവും. സോ ഇങ്ങനത്തെ ഈ വാലീസിൽ പരമാവധി ഇങ്ങനത്തെ ക്രോപ്സ് ഒക്കെ കൊണ്ടുപോയിട്ടുണ്ട്. ഫ്രോസ്റ്റ് ഡാമേജസ് ഒക്കെ വരുന്നത് ഈ ഒരു സംഭവം ഉണ്ടാകുമ്പോഴാണ്. ഓക്കെ, ഇതിന്റെ ഒരു എക്സാമ്പിൾസ് പറയുകയാണെങ്കിൽ ലോസ് ആഞ്ചലസിലും മെക്സിക്കോ സിറ്റിയിലൊക്കെ അർബൻ സ്മോഗ് ഉണ്ടാകുന്നുണ്ട്. ആസ് പാർട്ട് ഓഫ് ദിസ് അർബൻ സ്മോഗ് ഉണ്ടാവുന്നുണ്ട്. പിന്നെ വിന്റർ സ്മോഗും ഈ പറഞ്ഞ ഈ കോസസ് കൊണ്ട് ഉണ്ടാകുന്നുണ്ട്. അർബൻ സ്മോഗും ഉണ്ടാകുന്നുണ്ട്, വിന്റർ സ്മോഗും ഉണ്ടാകുന്നുണ്ട്. സോ ഈ ഒരു ടെമ്പറേച്ചർ ഇൻവേഷനെ കുറിച്ച് ഇത്രേ പറയാൻ ഉദ്ദേശിച്ചിരുന്നുള്ളൂ. സോ അപ്പം നിങ്ങൾ ഇഫ് യു വാണ്ട് മീ ടു ചെക്ക് യുവർ ആൻസർ യു ക്യാൻ സെൻഡ് ഇറ്റ് ടു മീ ത്രൂ ദിസ് ഇമെയിൽ upshubkerala@gmail.com. ഞാൻ നിങ്ങൾക്ക് ചെക്ക് ചെയ്തിട്ട് തിരിച്ച് വിത്ത് റിമാർക്സ് അയച്ചു തരുന്നതായിരിക്കും. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. Hope you enjoyed this session. Thank you.